ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി മുരിങ്ങയ്ക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങയ്ക്ക കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുരിങ്ങയ്ക്ക കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് മുരിങ്ങയ്ക്ക വേകാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ. എന്നാൽ വെന്ത് ഉടയാനും പാടില്ല. അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം പുളി, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുരിങ്ങയ്ക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കത് അരച്ചെടുക്കാം. മുരിങ്ങയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ ചമ്മന്തിയുടെ അരപ്പില്ലേ, തേങ്ങ, മുളക്, ഉള്ളി, പുളി, ഉപ്പ് ഇത്രയും ചേർത്ത് ആദ്യം അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ചേർക്കുന്ന ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലത് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് താളിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുറുകിയിരിക്കുകയാണ്. ഇത്രയും അങ്ങ് കുറുകിയിരിക്കേണ്ട, എന്നാൽ ഒരുപാട് വെള്ളം പോലെയും ആയിരിക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3-4 മുളക്, കുറച്ച് കറിവേപ്പില, കടുക് എല്ലാം കുറച്ച് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്നൊരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.